ഇന്ന് നമുക്ക് പപ്പായയും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പപ്പായ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. മിക്ക വീടുകളിലും പപ്പായ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയായിരിക്കും എല്ലാവർക്കും. ഡിഫറെൻ്റായിട്ട് എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ക്യാരറ്റിൻ്റെ കൂടെ ആകുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് പപ്പായ, എല്ലാവർക്കും അറിയായിരിക്കും. പപ്പായ പല പേരുകളിൽ അറിയപ്പെടുന്നൊരു സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ അത് തൊലി ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ തന്നെ നമുക്ക് കിട്ടും. തോരനാകുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ പെട്ടെന്ന് വേവിച്ചെടുക്കണമല്ലേ, അപ്പോൾ ഒരേ കനത്തിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത്രയും കുഞ്ഞായിട്ട് ഒരേപോലെ അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാരറ്റ് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഈ ബ്ലേഡ് കുറച്ചും കൂടി ചെറുതുണ്ട്. അതിട്ടിട്ട് തീരെ കുഞ്ഞായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ മൊത്തം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തു. രണ്ടും ഒരേ അളവിലായ നല്ലതാണ്. ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. കുറച്ച് ക്യാരറ്റ് എടുത്തു, കുറച്ച് പപ്പായ എടുത്തു, അത്രയേ ഉള്ളൂ. അത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പില ഇട്ടു. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തു. ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവണത് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു മടുപ്പായിരിക്കും. സ്ഥിരമായി ഇത് തന്നെ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ കൂടെയോ ബീറ്റ്റൂട്ടിൻ്റെ കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ കുട്ടികളായാൽ പോലും കഴിച്ചു പോകും. കാരണം കാണാനൊരു ഭംഗിയാണല്ലോ. കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും കാണാനുള്ള ലുക്കാണ് പ്രധാനം. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ് പപ്പായ നല്ല ഹെൽത്തിയാണ് എന്നുള്ളത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ ഇട്ടിട്ടില്ലെങ്കിലും ചെറിയൊരു മഞ്ഞ കളർ വരും, കാരണം ക്യാരറ്റ് ഉള്ളത് കാരണം ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1-2 എടുക്കാൻ ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ചെറിയ ജീരകം ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയാണുള്ളത്, അപ്പം ഞാൻ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി നിർബന്ധമല്ല. ഒരു വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കൂലേ, അതുപോലെ ഒന്ന് അങ്ങോട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തോരൻ സത്യത്തിൽ കുറച്ചൊരു പകുതി ഒന്ന് വേവായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒതുക്കി വെച്ചത് ഇട്ട് കൊടുത്താൽ മതി. ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും ഡിഫറെൻ്റായിട്ട് നല്ലൊരു ടേസ്റ്റാണത്. പപ്പായ പല കറികളും ചെയ്യുന്നവരുണ്ട്. മോര് കറി ചെയ്യുന്നവരുണ്ട്, സാധാ ഒരു കറി ചെയ്യുന്നവരുണ്ട്, ഉപ്പേരി വെക്കുന്നവരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ചതച്ച തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തു. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ചു. ആ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുത്തു എന്നേ ഉള്ളൂ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല ക്യാരറ്റ് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന രീതിയിലാവണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കാരണം സ്ഥിരമായി കാണാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്ന് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ പച്ച കളറിലുള്ള ബീൻസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.